ഹായ് മൈ ഡിയർ ട്വിൻ ഫ്ലെയിംസ്. ഒരുപാട് നാളായാലും ഒരു വീഡിയോ ചെയ്തിട്ട് എല്ലാവരും DMൻ്റെ കറണ്ട് അപ്ഡേഷന് വേണ്ടി അല്ലെങ്കിൽ കറണ്ട് എനർജി അപ്ഡേഷൻ എന്താണെന്ന് അറിയാനുള്ളൊരു വെയിറ്റിങ്ങിലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. ഓക്കെ, അതിനു മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജേണിയിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായവരൊക്കെ ഉണ്ടായിരിക്കും, ജസ്റ്റ് വന്നവരൊക്കെ ഇനിയും കുറേ കടമ്പകൾ കടന്നു പോകേണ്ടതുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ജേണിയിലോട്ട് കയറി കഴിഞ്ഞിട്ടുള്ള ഒരു 1 year 2 year ഒക്കെ ആയി കഴിഞ്ഞിട്ടുള്ള കുറേ ട്വിൻ ഫ്ലെയിംസ് ഇതിനകത്തുണ്ടാവും. അപ്പോൾ അതിപ്പോൾ DM ആണെങ്കിലും DF ആണെങ്കിലും നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞോ? നിങ്ങൾ എപ്പോഴും ഈ DMൻ്റെ അപ്ഡേഷൻ DFൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ അങ്ങനെ ഒരു ചിന്ത വരും. ഒബ്വിയസ്ലി അത് വരാതിരിക്കില്ല നമുക്ക്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞോ? ഡിഡ് യു ഫൈൻഡ് യുവർ സെൽഫ്? നിങ്ങളത് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ ജേണിയിൽ കയറുന്ന ആ മൊമെൻറ്റും ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ച് എന്താ പറയേണ്ടത്, ഒരു വാല്യുവേഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അത് നടത്തേണ്ട ഒരു ടൈമാണിപ്പോൾ. ആക്ച്വലി നിങ്ങൾ എന്തിനാണ് ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ വന്നത്? നമ്മളെക്കൊണ്ട് ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്തോ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്ത് ഒരിതാണോ ആ ഒരു ശക്തിക്ക് നമ്മളെക്കൊണ്ട് എന്തോ ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മളെക്കൊണ്ട് എന്തോ ചെയ്യാനുണ്ട്, നമ്മളെ കണ്ടെത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്. ഈ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ജേണിയാണ്. സോ എന്നും പറഞ്ഞ് നമ്മൾ സന്യസിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആത്മീയതയിലോട്ട് പോകുന്നു, അതല്ല. നമ്മൾ ഏതോ ഒരു പോയിന്റിൽ നമ്മൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ടൈമുണ്ട്. നമുക്കിനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം പോയി, അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെയാണ് ജീവിതം എന്നൊക്കെ നമുക്ക് തോന്നി നമ്മൾ നിൽക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ നമുക്ക് തന്നെ കണ്ടെത്തിയെടുക്കാനായിട്ട് നമ്മുടെ സോളിനെ ഹാവ് ചെയ്തുകൊണ്ട് വേറൊരു മൈൻഡ് നമ്മുടെ അടുത്തോട്ട് വരുന്നതാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിം. ഓക്കെ, നമ്മളിലൂടെ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുക, അതാണ് സത്യം. പക്ഷേ അതിനൊരു വേറെ മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അവരിലൂടെ നമ്മൾ വീണ്ടും ജനിച്ച് നമ്മളെ കണ്ടെത്തിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുഞ്ഞ് ജനിച്ച് നമ്മൾ ഓരോ ഘട്ടത്തിലൂടെ പോകുന്നത് പോലെ തന്നെ ആ ഘട്ടങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ജേണിയിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമ്മൾ കുറേ പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലും, പിന്നെ നമ്മളെ തന്നെ ഒരു വജ്രം പോലെ നമ്മളെ തന്നെ ആ ഒരു പ്രോസസ്സിൽ കൂടെ ഇങ്ങനെ വിടുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണി. ഇപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടാവും, നിങ്ങൾ ഭയങ്കര അബൻഡൻ്റ് ആയിട്ടുണ്ടാവും, നിങ്ങൾ എന്തും ഫേസ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കായിട്ടുണ്ടാവും. വേറെ എനിക്ക് ഓക്കെ ഫൈൻ, ഞാൻ മതി, എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഞാൻ പോലും അറിയാത്ത ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞ് എന്നൊക്കെ ഉള്ളൊരു സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ ഞാൻ മതി, ഐ മീൻ എ ഫോർ മീ, ആ ഒരു കോൺഫിഡൻസില്ലേ, അത് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നിങ്ങൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ വർക്കുകളൊന്നും കറക്റ്റല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നർ വർക്കുകളൊന്നും കറക്റ്റായിട്ടല്ല പോകുന്നത്. നിങ്ങളിപ്പോഴും ആ ട്വിൻ ഫ്ലെയിം ജേണി തുടങ്ങിയ ആ ഘട്ടത്തിൽ തന്നെ വർഷങ്ങളായിട്ട് നിൽക്കുവാണ് എന്നുള്ളതായിരിക്കും അതിൻ്റെ ആ ഒരു വാല്യുവേഷനിൽ നിങ്ങൾ വളരെ ലെസ് മാർക്കാണ് സ്കോർ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ സ്വയം ഒരു സെൽഫ് വാല്യുവേഷൻ നടത്തുന്നത് നല്ലതാണ്. നിങ്ങൾ എവിടെ ആയിരുന്നു, ഇപ്പോൾ എന്താണ്, എങ്ങനെ പോകുന്നു, നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ. പണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരുടെയെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കണമെങ്കിൽ പോലും പേടിച്ച് നിന്ന് നമ്മളിപ്പോൾ വളരെ ബോൾഡായിട്ട് യെസ് ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളൊരു അതൊരു വലിയ കാര്യമാണ്. നമുക്കത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ തോന്നുമെങ്കിലും നമ്മളെയും ഇപ്പം ഇരിക്കുന്ന നമ്മളെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വലിയൊരു റേഞ്ചിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതിനകത്തോട്ട് എത്തിക്കാനായിട്ട് സ്വയം നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് പോലും അറിയാതെ നമ്മൾ തന്നെ ഉറക്കി കിടത്തി, അല്ലെങ്കിൽ നമ്മൾ തന്നെ
എന്താ പറയേണ്ടത്, ഉണർത്താതെ വിട്ടിരുന്ന ആ ഒരു എനർജീനെ വെളിയിൽ കൊണ്ടുവരാനാണ് ആക്ച്വലി നമ്മുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു സോള് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അത് നമ്മുടെ സോള് തന്നെയാണ്. അത് നമ്മളെ തന്നെ കണ്ടെത്തുവാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ എന്താ പറയേണ്ടത്, നിങ്ങൾ മെൻ്റലി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് യുണൈറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അവരോടൊരു എന്താ വേണ്ടത്, ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടായിരിക്കില്ല. അവരെങ്ങനെ ഇപ്പം അവരുമായിട്ട് ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളങ്ങനെ സംസാരിക്കുന്നുണ്ടായിരിക്കില്ല, നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാലും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ കുറച്ച് മുന്നേ വരെയൊക്കെ നിങ്ങൾക്കൊരു ദേഷ്യം തോന്നുമായിരിക്കും എന്നാലും എന്നുള്ളൊരു. പക്ഷേ ഇപ്പോൾ അങ്ങനൊരു തോന്നലുണ്ടായിരിക്കില്ല കുറേ പേർക്കെങ്കിലും. ഓക്കെ, അവർ എന്ത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലതിനായിരിക്കും. ഓക്കെ, അവരെങ്ങനെ തന്നെ ആയിരുന്നാലും ഐ എം ഓക്കെ, എനിക്കത് കുഴപ്പമില്ല, നല്ലത് തന്നെ ആയിക്കോട്ടെ, സന്തോഷമായിരിക്കട്ടെ എന്ന് ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് തോന്നുന്നൊരു ഒരവസ്ഥയുണ്ടല്ലോ. അതിപ്പോൾ വേറൊരാളുടെ കൂടെ നിൽക്കുമ്പോൾ മുന്നേയൊക്കെ നമുക്ക് എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നൊരു ഇതൊക്കെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഹെയ്റ്റൊക്കെ തോന്നുമ്പോൾ എന്നാലും ഇയാളൊക്കെയാണല്ലോ നമ്മൾ എന്നൊക്കെ തോന്നുന്ന അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെയൊക്കെയുള്ളൊരു വേരിയേഷൻസിൽ കൂടെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ നമുക്ക് ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഞാനിപ്പോൾ എന്താണ്, അദ്ദേഹം എൻ്റെ ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ അവൾ എൻ്റെ ജീവിതത്തിലോട്ട് വന്നിട്ട് ഞാനിപ്പോൾ എന്താണ് ആയത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മളെ ഒന്ന് ഉണർത്തി, നീ ഇതാണ്, നീ പോലെ എത്രയോ കഴിവുകളുണ്ട്, നീ വളരെ ടാലൻറ്റഡ് ആണ് എന്നൊക്കെ നമ്മൾ തന്നെ എന്താ പറയേണ്ടത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നൊരു ജേണി നമ്മുടെ ലൈഫിലോട്ട് വന്നത് തന്നെ. അത് മനസ്സിലാക്കി നമ്മൾ എന്താ പറയുക, ഇനിയും നമുക്ക് എന്താണോ നമ്മുടെ ഗോള്, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു എന്താ പറയുക, നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നവർക്ക് തന്നെ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഒരു എന്താ പറയേണ്ടത്, ഓക്കെ ഫൈൻ, എനിക്ക് ഇത് ചെയ്യണം, ഇന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു പൊസിഷനിലെത്തണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ഗോൾ ഇതാണ് എന്നൊരു ആ ഒരു സെറ്റിലോട്ട് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരിക്കും. മീൻസ് ഇന്നർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആ ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ. അല്ലാണ്ട് ഇപ്പോഴും കരഞ്ഞ് നിലവിളിച്ച് അയ്യോ എൻ്റെ DM വരുന്നില്ലല്ലോ എന്നോർത്ത്, അല്ലെങ്കിൽ എൻ്റെ DF വരുന്നില്ലല്ലോ എന്നോർത്തിരിക്കുന്നവരാണെങ്കിൽ അവർ അങ്ങനെ തന്നെ ഇരിക്കും സ്റ്റിൽ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും, 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അതിലൊരു ചേഞ്ചസും ഉണ്ടാവില്ല. നിങ്ങളുടെ DM അല്ലെങ്കിൽ DF നിങ്ങളുടെ അടുത്തോട്ട് വരാനും പോകുന്നില്ല, ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ കരഞ്ഞ് ഡിപ്രഷനിലായി വിഷമിച്ച് അവരെയും പഴി പറഞ്ഞ് ചുറ്റുമുള്ളവരെയും പഴി പറഞ്ഞ് അങ്ങനെ. ഇപ്പം നമുക്ക് ആ ഒരു ഇന്നർ വർക്കൊക്കെ നന്നായിട്ട് പോയി എല്ലാം ചെയ്ത് ആ ഒരു നല്ലൊരു കാം മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഉറപ്പാണ് അവർക്ക് അവരുടേതായ കുറേ അച്ചീവ്മെൻറ്റ്സും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. ഉറപ്പാണത്, എനിക്ക് 100% ഉറപ്പാണ്.